ആരാണ് സന്തോഷം ആഗ്രഹിക്കാത്തത്? പക്ഷേ വലിയ വില കൊടുക്കേണ്ടി വന്നാലോ? പുകവലിക്ക് വലിയ വില കൊടുക്കേണ്ടി വരും. പുകവലി നിങ്ങൾക്ക് ദോഷകരമാണ്. അതുപോലെ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കും. പുകവലിക്ക് വലിയ വില കൊടുക്കേണ്ടി വരും. காசு கொடுத்துட்டு போ. காசு கொடுக்காம எங்கேயே போற? ஐயோ இல்லையா, காசு கிட்ட அடிக்கிறே. ஐயோ இல்லையா, ஐயோ நான் பச்சை குழந்தை வச்சிட்டு இருக்கேயா. இந்த மாதிரி தப்பு பண்றதே இந்த குழந்தைக்காக தான். காசு ஐயோ காசு கொடுத்துட்டு யாருட்ட காசு? இதுக்கு மாயா ஏமாத்துவீங்க? நீல நல்லாவே இருக்க மாட்டேன், நாசமா போயிடுவேன். கண்ணு அம்மா வந்துட்டேன்டா. அழாத அழாதடா என் ராசா, அழாத. நீ அழக்கூடாதுன்னு தானடா நான் அழுதுகிட்டு இருக்கேன். இந்த சடினை நீயே கூட்டு போயா? யாருகிட்டயா இருக்கு போனோம்? எதுக்கு என்கிட்ட வந்து கேக்குற? பிறந்தப்போ ஆத்தால முழுகுது, எத்தனை பேர் முழுங்க போதா? எனக்கு சரக்கடி கூட துட்டு. என்னையா பண்ற? இல்ல சூடு ஒரு போயிடாதியா? சனினோட வந்தது எங்க போய் தொலைடி.
അതെല്ലാം എടുത്തിട്ടുണ്ടെന്നേ. അതൊക്കെ ഇതായിരുന്നു കേട്ടോ. എന്തായാലും ഇവിടെ ഇരിക്കാം. ഒരു വെള്ളം മേടിച്ചു പോയിട്ട് എങ്ങോട്ട് പോയി? ഇങ്ങോട്ട് മാറടി, ഇങ്ങോട്ട്. ഏതാ പെണ്ണ്? സമയം എത്രയായില്ലേ? അതൊക്കെ കുഴപ്പമോ സാറേ? ഒന്നുകിൽ മാല മോഷണം, അല്ലെങ്കിൽ പിടിച്ചു പറി, അതും അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും. ഇവളാണോ? എവിടെടി മാല? ഞാൻ എടുത്തിട്ടില്ല. ഇവളെടുത്താ സാറേ? ഇവൾ എന്തോ കൊണ്ട് കട്ട് ചെയ്തതാ. ഊർന്ന് വീഴും പോലെ തോന്നി. നോക്കിയപ്പോഴേക്ക് മാല പോയി. ഇവൾ എടുത്തു തന്നെയാ. പ്രസംഗം വേണ്ട. നീ ജുവലറിയുടെ പരസ്യത്തിനൊന്നും വന്നതല്ലോ. എടി അലമാരി വെക്കേണ്ട സാധനം അലമാരി വെക്കണം, മനസ്സിലായോ? ഇങ്ങോട്ട് മാറിയിക്കടി. സത്യം പറഞ്ഞോണം. എവിടെടി മാല? ഞാൻ മാലയൊന്നും എടുത്തിട്ടില്ല. ഇവളൊരു സ്ഥിരം പുള്ളിയാ സാറേ, അങ്ങനൊന്നും പറയല്ല. എവിടെടി മാല? ഇനി സാറിന്റെ ദേഹത്ത് തൊട്ട കളി വേറെയാണ്. വേണ്ട സാറേ. അതെ, ഒരു മിനിറ്റ്, ഒരു കാര്യം പറഞ്ഞോട്ടെ. സാറിവിടുത്തെ പുതിയ ആളാകൊണ്ടാ, ഇവളിവിടുത്തെ ലോക്കലാ. ഇവൾ ഇരുന്ന് കഴിഞ്ഞാലേ പിന്നെ ഇവളെ തല്ലരുത്. കാരണം അവള് തൂറി നാറ്റിക്കും. പിന്നെ ഇത് കഴുകലും വൃത്തിയാക്കലും ഒക്കെ ആയിട്ട് പോലീസുകാർക്ക് മൊത്തം പണിയായി പോകും. അതുകൊണ്ട് പറഞ്ഞാൽ സാറൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് മയത്തി പെരുമാറണം, അതാണ് നല്ലത്. താനൊരു വെള്ള പേപ്പറിനകത്ത് കംപ്ലൈന്റ് എഴുതാ, ഞാനൊന്ന് നോക്കട്ടെ. എന്റെ പൊന്നു സാറേ, പോയത് പോയി. ഇനിയിപ്പോ മാലയും വേണ്ട, വളയും വേണ്ട. എനിക്കൊട്ടൊരു പരാതിയില്ല. വാടി. സാറെ, പരാതിയില്ലാത്ത സ്ഥിതിക്ക് ഇറങ്ങി പോടി. താങ്ക്സ് സാറേ. അല്ല, സാറ് കാരണമാണല്ലോ ഞാൻ രക്ഷപ്പെട്ടത്. നീ അമ്മാല വിഴിഞ്ഞ വിഴുങ്ങിയ സ്ഥിതിക്ക് ഞാൻ കുറച്ച് നാടൻ പഴം വാങ്ങിച്ചുതരാം. നേരം വെളുക്കുമ്പോ 50-50. ഓക്കെ സാറേ, ഒരു മിനിറ്റ്. ഓക്കെ സാറേ. നിനക്ക് ഞാൻ വെച്ചിട്ടുണ്ടേ കാന്താരി, കാണിച്ചു തരാട്ടാ. ആരും കണ്ടില്ലല്ലോ. ആ മച്ചു, ഞാൻ അറിഞ്ഞു. ഇന്ന് വിട്ടാ? ആ, വിട്ടു. ആ
ആ വേഗം വരണേ. ചെറുക്കന്മാരുടെ കയ്യിൽ നിന്ന് 2 കിട്ടിയാൽ എന്താണ്? സാധനം കിട്ടിയില്ലേ? അല്ല മുതൽ എത്ര വരും ഫ്രീക്ക്? ഒരു 3-3.5 പവൻ വരും. നല്ല പാല കരുത്തി അച്ചായത്തി ഒരു മണ കൊടാഞ്ചം ഭർത്താവും. നീ ഐറ്റം എവിടെ പ്ലേ ചെയ്ത് പറയടി. എവിടെയാണ് ഫ്രീക്ക്? ഇവളെന്താണെന്ന് ഡാൻസ് കളിക്കണത്? എന്താണ് ഫ്രീക്ക്? മോനെ 3-3.5 പവനെന്ന് വെച്ചാ 75,000 അതാണ് മോനെ റാണി. பொண்ணு போலதா ஜின்னு போலதா அது கண்ணும் போலதான் கள்ளும் போலதான் மவ்வு ஏறிக்கிட்டா தத்து வந்தா அது இறங்கி புட்டா மத்து வந்தா குடி அண்ணாச்சி போல் ஊத்தி குடி சாத்துக்குடி சார போல ஆத்தி குடி கல்யாணம் கச்சேரியா சரக்கு அடி முட்டிக்கு மேல் வெட்டிய கட்டி ஆடிக்க நீ பொம்பளைங்க தொல்ல இல்ல இடத்த நீ தேடி புடி மனசுல தப்பு இருந்தா சரக்க நீயும் ஊத்தி அழி போத இருக்கும் வர மனுஷனாகிறான் போத இறங்குனா மீண்டும் நடிகனாகிறா போத இருக்கும் வர மனுஷனாகிறா போத இறங்குனா மீண்டும் நடிகனாகிறா கஷ்டப்பட்டு வேலை செஞ்சா ராத்திரி தூக்கம் இல்ல உடம்பு வலிக்கும் பாரு உடம்பு வலிக்கும் பாரு இஷ்டப்பட்ட பொண்ணு கூட வாழ முடியலன்னா மனசு வலிக்கும் பாரு மனசு வலிக்கும் பாரு போத இருக்கும் வர பாரம் இல்ல சரக்கு அடிச்சு போட்டா வலியும் இல்ல பேதையானவனும் இங்க வந்த மேதையாகிடுவா பேதையானவனும் இங்க வந்த மேதையாகிடுவா தண்ணியில சோடாவுக்கு இஷ்டப்படி கிக்கு எது போத இருக்கும் வர மனுஷனாகிறா போத இறங்குனா மீண்டும் நடிகனாகிறா போத இருக்கும் வர மனுஷனாகிறா போத இறங்குனா மீண்டும் நடிகனாகிறா குத்துப்பட்ட நெஞ்சமெல்லாம் குத்தாட்டம் போட வைக்கும் நந்து போன மனசையெல்லாம் பந்து போல துள்ள வைக்கும் அருமையான சரக்கு உன் பக்கத்துல இருக்கு இத அடிச்சு புட்டு ஆட்டத்தை கிளப்பு இத அடிச்சு புட்டு சும்மா பட்டைய கிளப்பு காசு பணம் கடனா கேட்டா முகத்தை சுழிச்சுக்கிட்டு மறப்பாங்க பாரு மறப்பாங்க பாரு சரக்கடிக்க சேர்ந்து கிட்டா பச்சை நோட்டுல காந்தி சிரிப்பாரு பாரு சிரிப்பாரு பாரு கவிதை வருவது தண்ணியில கலவரம் நடக்கிறதும் தண்ணியில தண்ணியில அறிவில்லாதவனும் இங்க வந்த ஞானியாகிறா
அறிவில்லாதவனும் இங்க வந்த ஞானியாகிறான். கவலைகளை மறப்பதற்கு இதை விட மருந்து இல்ல. போதை இருக்கும் வர மனுஷனாகிறான். போதை இறங்குனா மீண்டும் நடிகனாகிறான். போதை இருக்கும் வர மனுஷனாகிறான். போதை இறங்குனா மீண்டும் நடிகனாகிறான். தூத்துக்குடி அண்ணாச்சி போல் ஊத்திக்குடி, சாத்துக்குடி சார போல ஆத்திக்குடி. கல்யாணம் கச்சேரியா சரக்கு அடி, முட்டிக்கு மேல் வேட்டிய கட்டி ஆடிக்க நீ. பொம்பளைங்க தொல்ல இல்ல இடத்த நீ தேடி புடி. மனசுல தப்பு இருந்தா சரக்க நீயும் ஊத்தி அழி. போதை இருக்கும் வர மனுஷனாகிறான். போதை இறங்குனா மீண்டும் நடிகனாகிறான். போதை இருக்கும் வர மனுஷனாகிறான். போதை இறங்குனா மீண்டும் நடிகனாகிறான். ഞാനിന്ന് പാപ്പയുടെ കൂടെ കിടക്കുന്നത്. മോനിന്നും ചേച്ചിയായിട്ട് വഴക്കിട്ടോ? സാരില്ല, ഇന്ന് പപ്പയുടെ കൂടെ കിടക്കാം. വാ. ഞാൻ എത്ര നേരെ കാത്തിരിക്കണ. എവിടെയായിരുന്നു? ഞാൻ വരുമെന്ന് പറഞ്ഞതല്ലേ. നോക്ക്, ഇപ്പൊ ഞാൻ വന്നില്ലേ. ക്രിസ്റ്റി, നീ എന്നെ ഇട്ടിട്ട് പോകുമോ? റീന, നിനക്കറിയാലോ എനിക്ക് നീയില്ലാതെ പറ്റില്ല. വാ. The thing is that, excuse me. അതെ, വിശാലമ്പാ നമ്മുടെ ക്രിസ്റ്റിക്ക് വാറണമെന്നിട്ടാ. എന്താ ഇപ്പൊ ചെയ്യുക? മാഡം വന്നിട്ടുണ്ട്.
നിങ്ങളെ ഞാൻ വിളിച്ചു വരുത്തിയത് തന്നെയാ. CI സാറേ, ഇതെന്റെ ബ്രദറിന്റെ പ്രശ്നം. ആ ഓരോർമ്മ നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടാവണം. ഈ നടന്നതൊന്നും വാട്സാപ്പിനോ കൊച്ചിക്കോ പുതുമയൊന്നും അല്ല. ഇതിലും വലിയ കാഴ്ചകളൊക്കെ ഈ നാട് കണ്ടതാ. പയ്യന്മാര് നന്നായി ആഘോഷിക്കുകയും ചെയ്തതാ. പക്ഷേ ഇവിടുത്തെ എര ഒരു റെപ്യൂട്ടഡ് ഫാമിലിയാ. അതുമാത്രമല്ല, ആ കുട്ടി ഇന്നലെ ഒരു സൂയിസൈഡ് അറ്റംപ്റ്റ് നടത്തിയിരുന്നു. ഡസന്റ് മാറ്റർ. പയ്യൻ അറിഞ്ഞാൽ അവർക്ക് ഒരു പോസ്റ്റ് കൂടി, അത്ര തന്നെ. വാറണ്ടായ സ്ഥിതിക്ക് CI എന്നെ സഹായിച്ചേ പറ്റൂ. വഴി ഞാൻ പറഞ്ഞുതരാം. വാട്സാപ്പിലെ ദൃശ്യങ്ങൾ നിങ്ങളും കണ്ടതല്ലേ? അവന്റെ മുഖമോ ശബ്ദമോ ഒരു എവിഡൻസും അതിലില്ല. പുറംതിരിഞ്ഞു നിൽക്കുന്നത് ആരാണെന്നും ആർക്കാണ് അവൾ വാതിൽ തുറന്നു കൊടുത്തതെന്നും അവള് പറയണം കോടതിയിൽ. ഓക്കെ ജാസ്മിൻ, നമ്മൾ ഒരുമിച്ച് നിന്നാൽ ഫേസ് ചെയ്യാൻ പറ്റും. ബട്ട് മുകളിൽ നിന്ന് പ്രഷർ ഉണ്ടായാൽ മുകളിലിരിക്കുന്നവർ ഇനി വരാനിരിക്കുന്ന വാട്സപ്പ് ഡ്രാമകളിലെ തുണിയില്ലാത്ത നായകന്മാർ, കേരളത്തിലെ പഞ്ചനക്ഷത്ര ഹോട്ടലുകളും പവിത്രമായ ഗസ്റ്റ് ഹൗസുകളും വെടിപ്പുരകളാക്കിയവർ വരട്ടെ. മുകളിൽ നിന്ന് താഴേക്ക് ഇറങ്ങി വരട്ടെ. ജാസ്മിൻ ഉണ്ട് ഇവിടെ. എന്റെ മോൾക്ക് എങ്ങനെയുണ്ട് ഡോക്ടർ? ഷീ ഈസ് വെരി വെൽ. നാളെ ഞാൻ വാർഡിലേക്ക് മാറ്റും. ഓക്കെ? എടി പെണ്ണെ, നിന്റെ ഈ പാത്രത്തിൽ പാലാണോ കൂടുതൽ വെള്ളമാണോ കൂടുതൽ? പാലും അല്ല വെള്ളമല്ല. ചേട്ടന്റെ പണി നോക്കി. അവിടെ ചമ്മല ഉണ്ടല്ലേ? ശരി ശരി ശരി, ഞാൻ പോവാ. തടിക്ക് വളവുണ്ട്, ആശാരിക്ക് കുഴപ്പമുണ്ട്. അതുപോലെ ഈ ബ്ലൗസും. ഇത് പിടി, നീ പോയി പഠിക്കുവണ്ണേ. തിരികെ വരുമ്പോ ഒന്ന് വാങ്ങിച്ചോണ്ട് വന്നെ കേട്ടാ. വീക്കോട്ട് ചേർന്നവരുടെ വലിയ ട്യൂബും വേറെ അല്ലാതെ ചെറിയ ട്യൂബും പിന്നെ കുങ്കുമപ്പൂ നിറമുള്ളവരുണ്ടല്ലോ, അതുകൂടി മേടിച്ചേരട്ടാ. എന്റെ പാക്കാൻ അമ്മക്ക് ഇതിന്റെ ഒന്നും ആവശ്യമൊന്നുമില്ലല്ലോ. ഇനി ലാലിയാണ്ടിക്കാണെങ്കിൽ കുഴപ്പമില്ല. ഓ മറക്കല്ലേ കേട്ടാ. ഇല്ല ഇല്ല ഇല്ല. വാ മകള് വാ. ഹായ് ചിന്നുകുട്ടി. ഹായ് ചേച്ചി. ശരി. അപ്പ ഇന്നെങ്കിലും മേടിച്ചോണ്ട് വരണം. തീർച്ചയായും വാങ്ങിച്ചോണ്ട് വരാം. നീ ഒന്ന് പോയിരുന്നു പഠിക്ക്. പോ. ചിന്നുകുട്ടി. ഹായ് ചേച്ചി. ഹായ്. എവിടെയായിരുന്നു? ബാംഗ്ലൂർ. ചേച്ചി ഞാൻ വരാവേ. ഓക്കേടാ. അപ്പൊ ഇന്നത്തെ പഠിപ്പ് മോശമായി. ഓ ചേച്ചി കഴിഞ്ഞില്ലേ? തീർന്നു. ഞാൻ ആരാണെന്നും എൻ്റെ തൊഴിലെന്താണെന്നും മനസ്സിലായില്ലേ? തീർന്നിട്ടില്ല. ഇതാണ് എൻ്റെ പേര് കേട്ട തറവാട്. ഇവിടെ ഞാൻ തനിച്ചല്ല. ദാ ഈ ഇരിക്കുന്ന 3 പേരെയും കണ്ടില്ലേ? ഇവരാണ് എൻ്റെ ലോക്കൽ ഗാർഡിയൻസ്. ഇത് തമ്മനം മേരി. നല്ല ഭാഷ അധികം വശമില്ലാത്തോണ്ട് ആരോടും സംസാരിക്കില്ല. ഇത് കോട്ടയം ശാന്ത. നളിനി ജമീലയെ പോലെ പുസ്തകം എഴുതണം എന്നാണ് ആഗ്രഹം. പക്ഷെ എന്ത് ചെയ്യാം, അക്ഷരങ്ങൾ അറിയില്ല. ഇതാണ് പാലാരിവട്ടം പത്മാവതി. ഞാനുമായി എന്നും പൊരിഞ്ഞ യുദ്ധത്തിലാ. എങ്കിലും
ഉള്ളിൻ്റെ ഉള്ളിൽ എവിടെയോ ഒരമ്മയെ ഞാൻ അനുഭവിക്കാറുണ്ട്. സാധുക്കളാ 3 പേരും. ഇവരാണ് എന്നെ തെരുവിൽ നിന്ന് എടുത്തതും വളർത്തി വലുതാക്കിയതൊക്കെ. പക്ഷേ സ്കൂൾ രജിസ്റ്ററിൽ രക്ഷകർത്താവിൻ്റെ കോളത്തിൽ പാലാരിവട്ടം പത്മാവതി എന്ന് രേഖപ്പെടുത്തിയാൽ ഒപ്പിടാൻ എൻ്റെ അമ്മ. എന്താ പേര്? പത്മാവതി. പാലാരിവട്ടം പത്മാവതി എന്നും പറയും. പേന ഇതാ. തെയ്യും തക്ക തെയ്യും ത 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 തെയ്യും തക്ക തെയ്യും ത. റാണി എന്തായി കാണിക്കുന്നേ? എനിക്കൊന്നും കാണിക്കാൻ വയ്യ മാഷെ. ഞാൻ പോവാ. തെയ്യും തക്ക തെയ്യും ത തെയ്യും തക്ക തെയ്യും ത തെയ്യും തക്ക തെയ്യും ത തെയ്യും തക്ക തെയ്യും ത തെയ്യും തക്ക തെയ്യും ത. അവിടെ ഞാൻ നടരാജൻ സാറിനെ പറഞ്ഞു വിടുമ്പോ എന്തിനു പറഞ്ഞു വിട്ടുവെന്ന് മാനേജറിന്റെ മറുപടി പറയേണ്ടി വരും. ഇതാവുമ്പോ അങ്ങനെ ഒരു ബുദ്ധിമുട്ടില്ലല്ലോ. പറയണത് കേട്ടു, അത്ര തന്നെ. വാ. സാറിനെ കാണാനുമില്ലല്ലോ. മുടിഞ്ഞ ബ്ലോക്കാന്നേ, ഇത്തിരി ലേറ്റ് ആയി പോയി. പൊറോട്ട ചിക്കൻ കറിയാ, നിനക്കാ കഴിച്ചോ? എനിക്ക് വേണ്ട സാറേ, പോവാൻ നേരായി. ഇരിക്കു പെണ്ണേ, ഇരിക്കി. നീ പാലാരിവട്ടം പത്മാവതിയുടെ കൂടെയുള്ള പെണ്ണാണെന്ന് അറിഞ്ഞിട്ട് തന്നെയാ നിന്നെ ഇവിടെ ഇരുത്തിയത്. ഓടിക്കൂടാ. അവനൊരു ചിക്കൻ കറി. ഞാൻ തമാശ കാണിച്ചാലേ വിടുവണ്ടേ? മർമ്മം തന്നെ. എന്റെ അമ്മ പോയാ.
പറയുന്നിടത്തേക്ക് വിട്. ആവശ്യക്കാരന് ആവശ്യത്തെ ബോധമില്ലല്ലോ. ആദ്യം പണം. ഇത് പോരല്ലോ. പോരല്ലേ? ഏതാടി നീ? ഞാനിവിടെയൊക്കെ തന്നെ ഉള്ളതാ സാറേ. ഇതിനു മുമ്പ് നിന്നെ ഇവിടെയും കണ്ടിട്ടില്ലല്ലോടി. ഞാൻ സാറിനെ എന്നും കാണുന്നതല്ലേ. എന്തുവാടി അത്? ഇത് സാറിനുള്ളതാ. അപ്പൊ നിനക്ക് പണി അറിയാം. കാണണം. പറഞ്ഞാ മതി സാറ്. ശരി, വണ്ടി വിട്ടോ. വളർത്തു ഗുണം കൊണ്ട് പോലീസിനെ പറഞ്ഞയക്കാൻ എനിക്ക് വേഗം കഴിഞ്ഞു. കാമത്തിന്റെ മുഖവുമായി വന്ന പലരെയും ഈ പട്ടണത്തിന്റെ ഇരുളിൽ ഞാൻ പറ്റിച്ച് കൊള്ളയടിച്ചു. പക്ഷേ ഞാൻ ഒരിക്കലും ജയിച്ചില്ല. കാരണം ഞാനൊരു കള്ളിയായി മാറുകയായിരുന്നു. പഠിച്ച കള്ളി. ഒരേ ഒരു ആശ്വാസം, ഞങ്ങൾ 4 പേരുടെയും വയറ് വിശന്നില്ല, അത്രമാത്രം. മോഷണവും പോലീസിന്റെ തല്ലും ഇത് രണ്ടും ഇവിടെ പുതിയ കാര്യമൊന്നുമല്ല. എന്തായാലും ആവശ്യത്തിന് കള്ളി എന്ന് പേര് കിട്ടിയിട്ടുണ്ട്. ഇനിയിപ്പോ ഇവളായിട്ട് നമ്മുടെ പാരമ്പര്യം നിലനിർത്താം, അത്രേ ഉള്ളൂ. നീ ഒന്ന് വെറുതെ ഇരിക്കും പത്മ. ഇവളെത്ര തുള്ളി കളിക്കേണ്ട കാര്യമൊന്നുമില്ല. രാധ ഇവളറിയണം, അവളുടെ രാവുകൾ കണ്ട ആവശ്യത്തിൽ രംഗത്തിറങ്ങിയവരല്ല നമ്മളെന്ന്. തണുപ്പിച്ച കാറിലും മുറിയിലും പട്ടുസാരിയിൽ പൊതിഞ്ഞു കിടക്കുന്ന ഭർത്തൃപതികളുണ്ടല്ലോ, കൊച്ചമ്മമാര്. അവളുമാരുടെ ആങ്ങളമാരും ആൺമക്കളും ഭർത്താക്കന്മാരും നമ്മൾ ഇങ്ങനെയൊക്കെ ആക്കിയെന്ന്. അവന്മാരുടെ സിഗരറ്റിന്റെ കുത്തുകൊണ്ട നമ്മളിൽ പലരുടെയും മുഖം വികൃതമായത്. എന്തായാലും ഇത്രയൊക്കെ വളർന്നല്ലോ, ഇനി പോണെങ്കി പോയിക്കോട്ടെ. ആരും നമ്മുടെ കൂടെ ഒന്ന് പഴിച്ചു പോണ്ട. സാരമില്ല, ആർക്കും വേണ്ടാത്ത ഞങ്ങളെ 3 പേരുടെ കാര്യമല്ലേ. അതെങ്ങനെയെങ്കിലും ആയിക്കോളും. ഞാൻ ഇവിടെ പോണില്ല. മോള് കരയണ്ട, അക്കച്ചി വെറുതെ പറഞ്ഞതാ. നീ കഞ്ഞി കുടിക്കേ. കുടിക്കേ. മാഡം, അവരെല്ലാം വന്നിട്ടുണ്ട്. ഇരിക്കാൻ പറയ്, ദേ വരുന്നു. What's your names? Reena. Sindhu. Sona. So, you are the girl's father, right? Yeah. Manager told everything? இவங்களை நான் கோவாக்கு அனுப்புறேன். ரொம்ப பொறுப்பான வேலை. 5 வருஷம் அங்க இருக்கணும்னு கான்ட்ராக்ட்ல சைன் பண்ணி கொடுக்கணும். മാഡം, ഓക്കേ? കൊച്ചിയിലെ ചെറിയ ഷോപ്പുകളുടെ സാലറി കൊണ്ട് ഞങ്ങൾക്കൊന്നും ആകുന്നില്ല. റൂമിൽ പോയിരിക്കും. അയാൾ അവരുടെ അച്ഛനൊന്നുമല്ല, നിനക്കറിയോ?
ബാൽ കണ്ട് വളച്ചതാ. എത്രയാണ് ചോദിക്കുന്നേ? 5 lakhs. ഓക്കെ, ഡു ഇറ്റ്. അറിയിക്കാം. ആ കാണാം. അപ്പൊ എല്ലാം പറഞ്ഞ പോലെ. എന്താണ് മച്ചു രാവിലെ കുളിയുന്നതിനെയൊക്കെ മരുന്നെടുക്കാൻ പോണില്ലേ? ഒന്നും പറയണ്ടെന്ന്. ആ വീഡിയോ കണ്ടവരോടൊക്കെ കോടതിയിൽ ഹാജരാകാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പനും നീനൊക്കെ രാവിലെ പോയിട്ടുണ്ട്. മച്ചു പോണല്ലേ? വേറെ പണിയില്ലേ പടി. വെടി വെച്ചവനും കേസില്ല, വെടിക്കുറ്റിക്കും കേസില്ല. വെടി വെച്ച കേട്ട് നിന്ന നമ്മ പാവം പുവർ പീപ്പിൾസിനാണ് കേസ്. ഒന്ന് പോടപ്പാ. എന്തായാലും ഒരു വഴിക്ക് പോവല്ലേ? ആ പല്ലും കൂടി തെച്ചിട്ട് പോ. പിന്നെ എന്റെ കല്യാണത്തിന് വെച്ചില്ല. ആ ഉവ്വ. അല്ല, ഇതാര് എളാപ്പയോ? നിങ്ങളെ ഇവിടുന്ന് ഞാൻ പറഞ്ഞു വിടുന്നത്. ഇതെന്താ ഇങ്ങനെ തീരുമാനം? നിങ്ങളുടെ നെയ്പത്തിരിയും അരിപ്പത്തിരിയും കോഴിക്കറിയും ചിക്കൻ ബിരിയാണിയും മട്ടൻ ബിരിയാണിയും ഒക്കെ കഴിച്ച് എന്റെ ചെക്കൻ ഇങ്ങനെ ഇവിടെ കഴിയൂ. അവന് പെണ്ണ് കെട്ടണമെന്നൊരു പൂതി ഉണ്ടാവണില്ല. ഓന് പൂതി ഇല്ലാണ്ടല്ല, പൂതി ഉണ്ട്. ആലോചന വരുന്ന ഓരോ പെൺകുട്ടികളുടെ ഓരോ അഹമ്മതി. ഒരു കാര്യം ഉറപ്പാ, വീട്ടുകാർ പറഞ്ഞ അനുസരിക്കണ ഒറ്റ പെൺകുട്ടികളും നമ്മുടെ നാട്ടിൽ ഇല്ലാണ്ടായി. ആ ഉണ്ട് ഉണ്ട് കായിക്ക, നിറയെ പെൺകുട്ടികളുണ്ട്. പിടി വാ. എല്ലാം ഞാൻ കേട്ടു. ഇളയപ്പ എന്താ ഉദ്ദേശിക്കുന്നത്? ഇനിയൊരു പെണ്ണ് കാണാൻ ഞാനില്ല. ഇളയപ്പ പറഞ്ഞിട്ട് മാത്രം കണ്ടത് ഏകദേശം ഒരു 100 പെൺകുട്ടികളെയാ. കായിക്ക അറിയാലോ? അതെ. അമേറെ, നിന്റെ ഭാഗത്തും കുഴപ്പമുണ്ട്. ചാവക്കാടുകാരി പെൺകുട്ടിയല്ല എന്നോട് പറഞ്ഞു. അവള് പറഞ്ഞത് നീ അനുസരിക്കാതിരുന്നോണ്ടാണ് ആ കല്യാണം നടക്കാതിരുന്നത്. ശരിയാ, അവള് പറഞ്ഞു ഞാൻ 6 pack ആക്കാൻ. അമേറെ, ഒരവസരം കൂടി നീ എളാപ്പിക്കുന്ന. ഇത് എളാപ്പയുടെ അവസാനത്തെ അറ്റംപ്റ്റാ. മാത്രമല്ല, നിന്റെ തടിക്കും തണ്ടിനും പറ്റിയ ഫാമിലിയുമായിട്ടാ ഈ പ്രാവശ്യം ഞാൻ വന്നിരിക്കുന്നത്. ഈ പാവ എളാപ്പ നീ കൈയൊഴിയരുത് പ്ലീസ്. ഇത് പെണ്ണിന്റെ ഉപ്പ അഹമ്മദ് കുട്ടിയാജി. പ്രായം 45 ഉള്ളുവെങ്കിലും തൂക്കം 146 കിലോ വരും. അസ്സലാമലൈക്കും. ഇത് പെണ്ണിന്റെ ഉപ്പ. തൂക്കം പറയേണ്ടതില്ലല്ലോ. വാലൈക്കും അസ്സലാം. സുഖല്ലേ? സുഖം തന്നെ. ഇരിക്കി. സമ്മതിച്ചളയപ്പ.
ഒന്നും പറയണ്ട. ഈ തടി കൊണ്ടുള്ള നേട്ടവും കോട്ടവും നന്നായി അറിയാവുന്നവരാ നമ്മളെല്ലാവരും. പിന്നെ പൂക്കുട്ടി ഹാജിയുടെ അനന്തരവൻ എന്നതിലുപരി അമീറിന് 150 കിലോ വെയിറ്റ് ഉണ്ടെന്നുള്ളതിൽ അഭിമാനിക്കുന്നവരാ നമ്മളെല്ലാവരും. മോളെ സുൽത്താന, മോളെ കണ്ട് വിഷമിക്കണ്ട. ഇവളെ നിക്കാഹ് ചെയ്യുമ്പോ മോളെക്കാട്ടി സ്ലിം ആയിരുന്നു ഇവള്. ഓള് ജനിച്ചോടുകൂടി ഒക്കെ ശരിയായി. അപ്പോ ഇനി അവര് സംസാരിക്കണം. നമുക്ക് പുറത്തേക്ക് പോകാം. ആയിക്കോട്ടെ. സൂറ, എന്നെ ഇഷ്ടായോ? നിങ്ങൾക്കോ? താനൊരു സുൽത്താനല്ലേ, എനിക്കിഷ്ടായി. അമീർ വെയിറ്റ് ചെക്ക് ചെയ്തിട്ടുണ്ടോ? ഉണ്ട്. എന്നിട്ട് അതിൽ എന്താ കാണിച്ചത്? 5 പേര് കൂടുതൽ കയറിയ മിഷീൻ ചീത്തയാവുന്നോ? താൻ ചെക്ക് ചെയ്തിട്ടുണ്ടോ? ഉണ്ട്. അന്നേരത്തെ കാണിച്ച് കോയിൻ മാത്രം ഇട്ടാ പോരാ, ആളും കൂടി കയറണമെന്നാ? കാറ്റേ കിളിവാലിൽ പടിമേലെ മെല്ലെ പൂന്തന്നൽ പോലെ തഴുകിവാ. മൈലാഞ്ചി പൊന്നിൻ നിറമെന്നിൽ നീ ചൊരിയൂ വേഗം, മൈക്കണ്ണിൽ പൂക്കും കവിതയായി. മഴമേഘങ്ങൾ മറയുകയല്ലേ, നിറദീപങ്ങൾ പൂക്കുകയല്ലേ. चांद जैसे धीरे दिल में मेरा, तू ही आजा मेरे मन में जाना. चनकता 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 जा, तू चनकता 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 जा. चांद जैसे धीरे दिल में मेरा, तू ही आजा मेरे मन में जाना. മാറിൽ വീഴും മഞ്ഞിൻ തുള്ളി പോലെ മാറിടുന്നു നീ നീലരാവിൽ. ശ്യാമമേഘം മായും തിങ്കൾ പോലെ സുന്ദരി നീ തട്ടം മാറ്റി നിൽപ്പൂ. കാതോരം കിന്നാരം മൂളുന്നു നീ നിലാവാലയം തേടുന്നു മഴവില്ലിൻ തൂവലാലേ. മേഘങ്ങൾ മറയുകയല്ലേ, നിറദീപങ്ങൾ പൂക്കുകയല്ലേ. चांद जैसे धीरे दिल में मेरा, तू ही आजा मेरे मन में जाना.
നമ്മൾ മാത്രം പാരിലെങ്ങും തൂകി വെണ്ണിലാവ് ചാരി നിൽപ്പൂ എൻ്റെ പെണ്ണിലാവ് നീർമിഴിയിൽ പൂക്കാലം ഞാൻ തേടി ഏകനായി സാരംഗി ഗസൽ മൂളും മൗനങ്ങൾ ചേർത്തരാഗം മഴമേഘങ്ങൾ മറയുകയല്ലേ നിറദീപങ്ങൾ പൂക്കുകയല്ലേ चांद जैसे धीरे दिल में मेरा तू ही आजा मेरे मन में जाना जनकता 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 जा तू जनकता 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 जा ഈ കല്യാണത്തിൽ നിന്ന് അമീർ ഒഴിയണം. വീട്ടുകാർ നിർബന്ധിച്ചത് കൊണ്ട് മാത്രമാ ഞാൻ ആ ചടങ്ങിൽ നിന്ന് വന്നത്. കൂട്ടുകാരെന്നെ കളിയാക്കുക. ഈ കല്യാണത്തിൽ നിന്ന് അമീർ പിന്മാറിയില്ലെങ്കിൽ ഞാൻ സൂയിസൈഡ് ചെയ്യും. ഷുവർ. അയ്യോ ആ പെണ്ണ് ബാഗ് എടുത്തോണ്ട് പോണു. എടി കള്ളി നിക്കടി അവിടെ. അയ്യോ ആരെങ്കിലും ഒന്ന് ഓടിയോ. അയ്യോ എന്റെ ബാഗ്. അയ്യോ അമ്മേ. ഓ ഞാനിപ്പോ വരാവേ. നീ എങ്ങോട്ടാ? തയ്യൽ കടയിലേക്ക്. എന്റെ ചുരിദാർ തയ്ച്ചു. വേഗം വന്നേക്കണോട്ടോ. ആ 18:48 21 ചേട്ടാ ഇതെപ്പോ തരും? 2 ദിവസത്തിനുള്ളിൽ തരും. ഉറപ്പാണ്? ധൈര്യോട്ട് പോന്നേ. കുമാരേട്ടാ. ആ ചിന്നുവാ. ദാ ഈ ചുരിദാർ ഇട്ട് ചിന്നുക്കുട്ടി ഒരു കല്യാണത്തിന് പോകണം. അപ്പൊ ചിന്നുക്കുട്ടി എല്ലാരും നോക്കി നിൽക്കും. ഇവിടെ ഇപ്പൊ ആരുടെയും കല്യാണവും ഇല്ല. കുമാരേട്ടന്റെ കല്യാണം എപ്പോഴാ? അതിനെന്നെ ഏതെങ്കിലും ഒരു പെണ്ണ് ഇഷ്ടപ്പെട്ടിട്ട് വേണ്ടേ? ശരിയാ, ഞാനിത് എപ്പോഴും ആലോചിക്കും. ഏട്ടന് വേണ്ടി ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കും. എനിക്ക് കുമാരേട്ടന് എത്ര വയസ്സുണ്ടായിരുന്നെങ്കിൽ ഉറപ്പായിട്ട് ഞാൻ കുമാരേട്ടനെ കിട്ടിയേനെ. ഈ കൊച്ചിന്റെ ഒരു കാര്യം. അല്ല കുമാരേട്ടാ, നമ്മുടെ ലാലി ആന്റിയുടെ മോൾ എങ്ങനെയുണ്ട്? കുമാരേട്ടന് പറ്റിയ പെണ്ണാ. തിന്നാനൊന്നും കൊടുത്തില്ലേലും നിറം വെക്കാനുള്ള കുറെ ക്രീം മേടിച്ചു കൊടുത്താൽ മതി. മരണം വരെ കുമാരേട്ടന്റെ കൂടെ തന്നെ ഉണ്ടാവും. ഞാൻ പോട്ടെ. റോസ് ചേച്ചി, ദേ സ്മിത ചേച്ചി തന്ന തുണിയാ. കൊള്ളാലോടി ഇത്. ഒന്ന് മണത്തു നോക്ക്. ഹായ്, എന്ത് നല്ല മണം. സ്മിത ചേച്ചി അടുത്ത് വരുമ്പോ ഈ മണ എന്ത് രസാ.
നിങ്ങളൊക്കെ മണ്ടികളാ. സ്മിത ചേച്ചിനെ പോലെ എന്തെങ്കിലും ജോലിക്ക് പോക്കൂടെ? നീ പോടി, നിന്റെ ഒരു സ്മിത ചേച്ചി. അവളാ കുട്ടിയെ പഴപ്പിക്കും. വന്നല്ലോ. ചെല്ല് ചെല്ല്. How funny. Yeah, I have said everything to those guys as you told. And you know one thing? That fools believe me each and every word I said. Are you sure? Damn sure. And also they don't have any clue about my identity. Oh, how beautiful. Who is that? This is my Chinnukutti. Okay, bye. ഓക്കെ ഓക്കെ ബൈ. പെണ്ണങ്ങ് ശരിക്കും സുന്ദരിയായിട്ടുണ്ടല്ലോ. ആ, ഞാൻ നിനക്കൊരു സമ്മാനം കൊണ്ടുവന്നിട്ടുണ്ട്. നീ നശിച്ചു പോകൂടി, നശിച്ചു പോവും. ഒരുങ്ങിക്കെട്ടി നടക്കാതെ ചേച്ചി, അമ്മ ബഹളം ഉണ്ടാക്കുന്നു. അവർക്ക് വേറെ പണിയില്ല. പെറ്റ തള്ളക്ക് വെള്ളം കൊടുക്കാതെ ദുഷ്ടത്തെയാണ് നീ. നീ ആപ്പിളം കൊണ്ട് കൊടുക്ക്. നശിച്ചു പോകൂടി നീ, നശിച്ചു പോകൂടി നീ. എനിക്ക് ഇത്തിരി കഞ്ഞിവെള്ളം താടി, എനിക്ക് ഇത്തിരി കഞ്ഞിവെള്ളം താടി. ഒന്ന് മിണ്ടാടിരിക്കെ കിളവി. ഇതടിച്ച് അണ്ണാക്കി കേട്ടി ഞാൻ. ശബ്ദം പുറത്ത് കേട്ട് പോരുത്. ഇത് നല്ല പെർഫ്യൂമാ, മോളെടുത്തോ. ഒന്ന് നിന്നേ. ഇവിടെ മനസ്സിലായില്ലേ? അന്ന് സ്റ്റേഷനില് മാല മോഷ്ടിച്ചതിന് കൊണ്ടുവന്ന കക്ഷിയാ. അതവർക്ക് അബദ്ധം പറ്റിയതാ സാറേ. എന്തത് അബദ്ധം പറ്റിയതാ? അപ്പൊ നീ എന്റെ ചെവി പറഞ്ഞതാ. തൽക്കാലം നീ അവിടെ നിൽക്ക്. വനിതാ എസ് ഐ വന്നിട്ട് പോയാ മതി. വെറുതെ ഒന്ന് കണ്ടിരിക്കട്ടെ. അതിനിപ്പോ ഞാനൊന്നും ചെയ്തില്ലല്ലോ സാർ. സാറ് പറഞ്ഞ മനസ്സിലായില്ലേ? നിക്കാൻ പറഞ്ഞാ നിക്കണം. ആരടി ഫോണില്? ഊളേ സാറേ. ഊളയാ? അപ്പൊ നിനക്ക് ഊളകളായിട്ടാണ് കണക്ഷൻ അല്ലേ? എടുത്ത് ലൗഡ് സ്പീക്കറിൽ ഇടറി. അല്ലേ, ലൗഡ് സ്പീക്കറിൽ ഇട്. ഹലോ. ആ മച്ചാനെ, എവിടെയാണ്? പാർക്കിലാ. പോലീസ് നോക്കി. ആ രാവിലെ ഡാർക്കായ. ഞാനൊന്നും ചെയ്തിട്ടില്ല. ഇവിടെ വെറുതെ പിടിച്ചു നിർത്തിക്കാ. ആ കോപ്സ് തിണ്ടികൾക്ക് പ്രാന്താണ്. പന്നികള്, വേറെ പണിയൊന്നുമില്ല. നീ ഒരു കാര്യം ചെയ്യും, അവന്മാരുടെ കാലെ പിടിച്ച് കരഞ്ഞാ മതി, വിട്ടോളും പ്രാന്തന്മാര്. ഒരെണ്ണത്തിന് ബുദ്ധിയില്ലെന്ന്. അല്ലേ വേണ്ട, ഞാൻ അങ്ങാട് വരാം. ആ അതെ, ഞാൻ നിന്നെ ഫസ്റ്റ് ടൈം കാണുന്ന പോലെ ആക്റ്റീവുള്ളൂ കേട്ടാ. ആ ഓക്കെ ഓക്കെ. ആ നമ്മുടെ അടുത്താണ്. ഇവക്ക് എന്ത് പറ്റിയതാണ്? എന്താണ് സാറേ? നമസ്കാരമുണ്ട്. നമസ്കാരം നമസ്കാരം. എന്താണ് നീ ഇവിടെ? പോലീസ്. എന്ത് പറ്റിയതാ സാറേ? നമുക്ക് വേണ്ടപ്പെട്ട കുട്ടിയുടെ പേരെന്താടാ? എന്റെ പേര് റോക്കി. ഓ, അപ്പൊ നീയാണല്ലേ ഊള റോക്കി. അപ്പൊ നമുക്ക് സ്റ്റേഷൻ വരെ ഒന്ന് പോകണം. നീ വെക്കോട്ടെ. ഒരുപാട് ബഹുമാനങ്ങളുണ്ടോ നീ പട്ടിച്ചിട്ടൊന്നും വിളിച്ചത്? അയാളല്ല.
എന്താ? താനാ പോക്കേസല്ലേ? അതേടോ ഞാൻ പോക്കാ. അതിന് തനിക്ക് എന്താ പ്രശ്നം? തനിക്ക് നാണമില്ലേടോ ഇങ്ങനെ കട്ടുമൂട്ടിച്ച് ആളെ പറ്റിച്ച്? ഛേ, എത്രയോ പെൺകുട്ടികൾ പണിയെടുത്ത് ജീവിക്കുന്നു. ഈവൻ ദ സ്പെഷ്യലി ഏബിൾഡ്. അധ്വാനിച്ച് ജീവിക്കാൻ ശ്രമിക്കും. വെറുതെ പോലീസുകാർക്കും നാട്ടുകാർക്കും പണിയുണ്ടാക്കാൻ. താൻ പോടോ തടിയാ. എന്ന വാക്കിനർത്ഥമൊക്കെ എനിക്ക് നന്നായിട്ട് അറിയാം. അതുകൊണ്ടൊന്ന് പറയണമെന്ന് തോന്നി. ഞാൻ അങ്ങനെ ഒരു ടൈപ്പല്ല. എല്ലാവരും പോലെ ഒന്ന് ഉപദേശിക്കണം തോന്നി, അത്രേ ഉള്ളൂ. സോറി. പണിയെടുത്ത് ജീവിക്കാൻ നിങ്ങൾ പറഞ്ഞല്ലോ. അല്ല, പ്ലേറ്റ് മോളെ എടുക്കാനാ. ചേട്ടാ ഒരു ബീഫ്. ഒരു ബീഫ്. കഴിക്ക്. അതെ, ഈ പാത്രം ശരിക്കും ഒന്നാണ് കഴുകി കൂലിപ്പണിയും ഓഫീസ് വർക്കൊക്കെയായി ഒരുപാട് ജോലികൾ. സെറ്റിൽമെൻറ്റ് കോളനിയിലെ വേശ്യകൾ വളർത്തിയ പെണ്ണാണെന്നറിഞ്ഞ പിന്നെ അവർക്ക് എൻ്റെ ജോലി വേണ്ട. എന്നെ മതി, എൻ്റെ ശരീരം മതി. മനസ്സ് കൊടുക്കാത്ത ഒരാൾക്കും ശരീരം കൊടുക്കാൻ കഴിയാതെ വന്നപ്പോൾ പട്ടിണി കിടന്നു ഒരുപാട്. അവസാനം പോലീസുകാരെന്നെ കള്ളിയാക്കി. പിന്നീട് ഗതികെട്ടപ്പോഴൊക്കെ അത് ആവർത്തിക്കുകയായിരുന്നു. സമൂഹം സൃഷ്ടിക്കപ്പെടുന്നതാണ് ഇവരെ പോലുള്ള ആളുകളെ. ആർക്കും എന്നേക്കുമായി ഇവരെ രക്ഷിക്കാൻ കഴിയില്ല. കാരണം ഓരോരുത്തർക്കും ആ രക്ഷപ്പെടുത്തുന്നതിന് പിന്നിൽ ഒരു ഉദ്ദേശമുണ്ടാകും. ഞാൻ ആലോചിക്കുകയായിരുന്നു, ഒരു വലിയ കാറ്റ് വീശി ഇവിടെയുള്ളതെല്ലാം പറന്നുപോയാലും അമീർ ഇവിടെ തന്നെ കാണും അല്ലേ? അപ്പൊ ഞാൻ തനിച്ചാവണമെന്നാ നീയും ആഗ്രഹിക്കുന്നത് അല്ലേ? ഇതെന്ത് പറ്റിയതാ? അപകട? അല്ല, ഇതുകൂടാതെ കണ്ടിട്ടില്ല. കുറച്ചു കഴിയുമ്പോ ഇത് കളയായിരിക്കും അല്ലേ? അമീർ, പേടിക്കൊന്നും വേണ്ട, ഞാൻ ചീത്ത പറയില്ല. കൂടെ ഒരാളുണ്ടല്ലോ. അല്ല അമീർ, എളയപ്പ ഇവിടെ ഉണ്ടോ? ഇല്ല. ദുബായിൽ വെച്ച് IMAയുടെ ഒരു സെഷൻ പ്ലാൻ ചെയ്യുന്നുണ്ടേ. ഞാൻ അങ്ങോട്ട് ചെല്ലുമ്പം എളയപ്പയുടെ ഹെൽപ്പ് എനിക്ക് വേണ്ടി വരും. ടെൻഷൻ വേണ്ട, ഞാൻ വിളിച്ച് പറഞ്ഞു. ഓ താങ്ക് യു. ഇതാരാ? ഫ്രണ്ടാ. ഹായ്. പിന്നെ റോഡിലിങ്ങനെ അധികം നടക്കണ്ട കേട്ടോ.
ആണ് സർ. ആ സെക്യൂരിറ്റി വിളിക്കുക സാർ. എപ്പോഴാണ് കണ്ടത്? 11 മണിക്കാണ് സാർ. എന്താണ് നിന്റെ പേര്? വാസു. നല്ല കള്ളാണല്ലോ നീ. 10-15 ദിവസമായിട്ട് ലേബർ പ്രോബ്ലം കാരണം പണിയൊന്നും നടക്കുന്നില്ല സാറേ. ആ നിനക്കുള്ള പണി ഞാൻ തരാം. സാർ എന്താടോ? സാർ ഇവിടെ ഒരു ബോഡി. അവിടെയാണ് സാർ. പോയി കൊണ്ടുവാ എന്റെ അനിയന്റെ ജീവൻ എടുത്തവനെ, എന്റെ ക്രിസ്റ്റിയെ കൊന്നു തിന്നവനെ എനിക്ക് വേണം, എനിക്ക് വേണം അവനെ. മാലമോക്ഷണ കക്ഷിയല്ലേ? ഞാനൊന്ന് കൂട്ടിയിട്ട് വരാം. ഹലോ സിസ്റ്റർ മാരിയണ്ണനുണ്ടോ? കാഷ്വാലിറ്റിയിലാണോ? ഡി ബ്ലോക്കിലുണ്ട്. Doctor, he's okay now. I'm going to move. I think you should take care of him for some time, sir. See, doctor, ഞാൻ നോക്കാഞ്ഞിട്ടൊന്നുമല്ല. അവൻ ഇതിനൊന്നും ചെവി കൊടുക്കില്ല എന്ന് വെച്ചാ എടുത്ത് തോളത്തിടാവുന്ന പരുവത്തിലൊന്നും അല്ലല്ലോ. What can I do? Amir? Thank you. That's all. That's it.
ഡോക്ടർ ഡോക്ടറിന് എന്നെ മനസ്സിലായോ? അമീറിന്റെ ഫ്രണ്ട് അല്ലേ? അമീറിന് എന്ത് പറ്റി? അമീർ ഒന്ന് വീണു. അറിയില്ലേ അമീറിനെ കുറിച്ച്? ഇല്ല, ഞങ്ങൾ കുറച്ചു കാലമായുള്ളൂ പരിചയപ്പെട്ടിട്ട്. ഓ, ചെറുപ്പം മുതലേ അമീറിന്റെ അസുഖം ബോൺസിനുള്ള ബലക്ഷയമാണ്. ഒരു പക്ഷേ അടുത്ത 5 വർഷം കൂടി കഴിയുമ്പം എല്ലാ ബോൺസും തകർന്ന് അമീർ പൂർണ്ണമായും ബെഡ് റിഡൻ ആവും. ഇപ്പോൾ സംഭവിച്ച പോലെ 1 or 2 വീഴ്ച വീണാൽ ആ സ്ഥിതി ചിലപ്പോൾ അടുത്ത ആഴ്ചയാവാം. That's Amir. Okay, see you. I've got some work. ബോസ് ഞാൻ പോണേ. കൊച്ചനെ Hey, Rocky, give me my money. Give me my money. I arrange. I want my money now. I don't cheat. I arrange. 1 minute. Cheater. 1 minute. Wait. Okay. But not compromise. Hey, man, stop. I will complain the police. Stop. നിന്റെ പണി കഴിഞ്ഞു കേട്ടാ. Hey, wait. Come back. Give me my money. I give you money. You will never cheat anybody. Rocky, bloody man. ഇന്നത്തെ കോട്ട കഴിഞ്ഞു, ബാക്കി നാളെ. അവൾക്ക് വേറെ പണിയില്ല. അവൾക്ക് 12 വയസ്സുള്ള ചെറുക്കൻ ഞാൻ അറേഞ്ച് ചെയ്ത് കൊടുത്താണ്. അവൻ പേടിച്ച് നാട് വിട്ടു. ഇപ്പൊ അവന്റെ അപ്പ എന്റെ തേടി നടക്കണേ. ഈ ഓളൊരിക്കലും ഇന്ത്യൻസിന് കൂട്ടിക്കൊടുത്ത ചരിത്രമില്ല. ഈ ഫോറിനേഴ്സ് ഒക്കെ ബിഹേവ് ചെയ്തിട്ട് കയറിയിട്ടില്ല. വിട്ടോടാ ആവട്ടെ. तू ही तो जन्नत मेरी, तू ही मेरा जुनून, तू ही तो मन्नत मेरी, तू ही ഞാൻ അങ്ങോട്ട് വന്നാനല്ല. ആ കുമാരൻ ഇരിക്കി. ആയിക്കോട്ടെ. മോളെ ശ്രീദേവി, കുമാരേട്ട വന്നിരിക്കണ്. ഇന്ന മക്കളുടെ ബർത്ത്ഡേ ആയിരുന്നു. കേക്കും എടുത്തോട്ടാ മോളെ.
കഴിക്കാൻ ആഗ്രഹിക്കുന്നു. അയ്യോ എന്നെ പ്രേമിക്കാൻ തനിക്ക് എന്ത് യോഗ്യതയാണ് ഉള്ളത്? പ്രേമിക്കാൻ പറ്റിയ ഒരു സാധനം. ഇറങ്ങി പോടാ. എനിക്ക് എട്ടാമതൊരു പൂമാരൻ മുല്ലപ്പൂവത്തിന്റെ കുഞ്ഞിടത്തന്നെ എനിക്ക് തൊട്ടടല്ലടാ. തന്നെ കെട്ടേണ്ട വന്ന ഞാൻ ആത്മഹത്യ ചെയ്യോടാ പട്ടി. പോടാ. അയ്യോ തല്ലി കൊല്ലമ്മേ. അയ്യോ കെട്ടാൻ വന്നപ്പോ എന്നെ പോടാ. നീ അവരൊത്താശ പറയണ്ട. അവക്കടെ മുഖത്ത് വെക്കാൻ കെട്ടിക്കൊണ്ടെന്ന് പറയുന്ന ആരാണ് ഇവരെ ചവിട്ട് കൊണ്ടിരിക്കുന്നത്? അത് നീ ആദ്യം ചോദിക്കും. എന്ത് ചോദിക്കാൻ? ഒന്നും ചോദിക്കാനില്ല. കൊക്കിനെയും കാക്കനെയും തിരിച്ചെടുത്തത് നിങ്ങൾക്കാ. അയ്യോ വന്നടി വെള്ളരിപ്രാവ്. കൊണ്ടുപോടി മുള്ളമ്പതിന. ആ കൊണ്ടുപോകാൻ തന്നെ ചെയ്യും. ചേച്ചിക്ക് അറിയാലോ, എനിക്കൊരു കൂട്ട് തരുമോ എന്ന് ഇയാളോട് ചോദിക്കാനുള്ള മടികൊണ്ടാ ഞാനിവിടെ തെക്കോട്ടും വടക്കോട്ടും നടന്നുകൊണ്ടിരിക്കുന്നത്. ആ എന്നെ നിങ്ങൾ തിരിച്ചറിഞ്ഞില്ലല്ലോ കുമാരേട്ടാ. അയ്യോ ഇനിയൊരു പാട്ടൂടി പാടിയാ മതി. അമ്മക്കടെ ഒരു മുട്ടിച്ച പ്രേമ പാടി ഇങ്ങട്. എനിക്ക് കുമാരേട്ടാ പതുക്കെ പതുക്കെ. നോക്കി നടക്കും. നല്ല വേനയുണ്ടല്ലേ. ആ വാളംപുളി ഉണങ്ങി കൊടുത്ത ആ തള്ളയുടെ ഇടി. അയ്യോ അളയപ്പ ഒരു സീട്ട്. ഓനമ്മറെ നീ ചെറുപ്പമല്ലടാ. കായിക്ക ആ ബാഗ് എടുത്തോണ്ട് പോയി വണ്ടിയെ വെച്ചേക്ക്. ലുക്ക് ജെന്റിൽമാൻ, നെക്സ്റ്റ് വീക്ക് ഞാൻ ദുബായിൽ നിന്ന് വരുമ്പോഴേക്കും നമുക്ക് നല്ലൊരു പെൺകുട്ടിയെ കാണാം. ഓക്കെ മോനെ അളയപ്പ, യാതൊരു ഗ്യാരണ്ടി ഇല്ലാത്ത ലൈഫിലേക്ക് ഒരു പെണ്ണിനെയും കൂടി കൂട്ടി വരാനാണെങ്കിൽ അതിനി വേണ്ട. പിന്നെ സന്യസിക്കാം. ഇളയപ്പയ്ക്ക് അത്ര നിർബന്ധമാണെങ്കിൽ നമ്മുടെ ചിത്ര സിനിമയിലെ വാടക ഭർത്താവായ വിഷ്ണുവിനെ പോലെ എനിക്ക് വാടകയ്ക്ക് ഒരു ഭാര്യ സംഘടിപ്പിച്ചോ. അപ്പൊ പിന്നെ എന്റെ പാടവും പോക്കും എനിക്ക് താഴത്തും കേട്ടാ. സംഭവം കൊള്ളാം. പക്ഷേ ആ പടത്തില് നെടുമുടി വേണുവിന്റെ പേര് കൈമൾ. ആ എനിക്ക് ആ കൈമളിന്റെ അത്ര എക്സ്പീരിയൻസ് പോരാ. എന്നാ പിന്നെ ലേറ്റ് ആക്കണ്ട, ഫ്ലൈറ്റിന് സമയമല്ലേ. ഞാൻ എങ്ങനെ പോകും മോനെ? നീ ഇനിയും വീണാലോ? വീഴട്ടെ വീഴട്ടെ, എന്നാലേ കാര്യങ്ങളൊക്കെ വേഗത്തിലാവും. അല്ലെങ്കിൽ ഭയങ്കര ലാഗാവും. മോനെ അങ്ങനെ പറയരുത്. പോട്ടെ. ഞാൻ എന്നെക്കുറിച്ച് എല്ലാം പറഞ്ഞു. പക്ഷെ അമീർ എന്നോടൊന്നും പറഞ്ഞില്ല. അമീറിന് പറയാമായിരുന്നു. ഞാൻ എന്താ പറയണ്ടേ? ഞാൻ എന്തെങ്കിലും പറഞ്ഞിരുന്നെങ്കിൽ റാണി എന്നെ സഹതാപത്തോടുകൂടി കാണും. അത് ഞാൻ ഇഷ്ടപ്പെടുന്നില്ല. അമീറിന് വിഷമല്ലേ? അവരെ കണ്ടു, അത് ഞാൻ മിസ് ചെയ്യാറുണ്ട്. നാളൊരു പക്ഷേ ഞാൻ പൂർണ്ണമായും വീൽ ചെയറിലേക്കോ ബെഡിലേക്കോ പോകുമ്പോൾ അവിടെ നിന്ന് മരണത്തിലേക്കുള്ള അകലം അത് ദിവസങ്ങളോ മാസങ്ങളോ വർഷങ്ങളോ ആയേക്കാം. ആ സമയം എനിക്ക് ഓർത്തു വയ്ക്കാൻ ചില ചന്തമുള്ള ഓർമ്മകൾ, ഒരു കൂട്ട്, അതും ഞാൻ മിസ് ചെയ്യാറുണ്ട്. താൻ പോരുന്നു എനിക്കൊരു കൂട്ടായിട്ട്?
സൂപ്പർ ഡാ സൂപ്പർ. അങ്ങനെ നിന്നു, ഞാൻ കുറച്ച് സ്നാപ്സ് എടുക്കട്ടെ. ഈ ഫോട്ടോസ് ഒക്കെ ഞാൻ ഒരാൾക്ക് അയച്ചു കൊടുക്കാൻ പോവാ. നിന്നെ ഒരുപാട് ഇഷ്ടമുള്ള ഒരാൾക്ക്. അയ്യോ അതാരാ? അതൊക്കെ ഉണ്ട്. അവൻ നിന്നെ കെട്ടിയ പിന്നെ നീ ആരാ? ഈ മേക്കപ്പും പട്ടുടുപ്പും പിന്നെ നിന്റെ അച്ഛനെ അമ്മയും വരെ അവൻ പണം വിട്ട് മൂടും. വാ, ഇനി നമുക്ക് പുറത്ത് നിന്ന് കുറച്ച് ഫോട്ടോ എടുക്കാം. വാ, ഇവിടെ നിൽക്ക്. സ്മൈൽ. ചിന്നു, എന്ത് കോലാടിയത്. നീയോ നശിച്ചു. ഇനി ഒന്നും അറിയാത്ത ഈ കൊച്ചിനെ കൂടി എന്തിനാടി? നശിച്ചത് ഞാനല്ല, നീയാ. കള്ളി, പെരും കള്ളി. ചിന്നു നീ പോ. നിന്റെ കച്ചവടം ഈ കോളനിയിലെ പിള്ളേരുടെ അടുത്ത് ഇറക്കരുത്. ക്രിസ്റ്റി, 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 എന്ത് വേണം? നീയാണോ ഇവളുടെ ബെഡ്റൂമിൽ ക്യാമറ വെച്ചത്? നീ ഒക്കെ നശിപ്പിക്കും. ഞാൻ കഷ്ടപ്പെട്ട് നേടിയതൊക്കെ നശിപ്പിക്കും. മന്ത്രിമാർക്കും പോലീസുകാർക്കും കയറി നിറങ്ങാൻ പാകത്തിനെ ബ്യൂട്ടി പാർലർ ഉണ്ടാക്കിയ ഏത് അവൾക്ക് ഇങ്ങനെയൊക്കെ ആവാൻ പറ്റും? ക്രിസ്റ്റി, നീ എന്റെ ചോദ്യത്തിന് ആൻസർ തന്നിട്ടില്ല. അതെ, ഞാൻ തന്നെയാ. ഈ സ്ഥിതിക്ക് നീ സൗകര്യം കിട്ടിയ എന്റെ റൂമിലും ഞാൻ ചെയ്യും. നേരെ മണ്ണുള്ള തന്തയ്ക്കും തള്ളയ്ക്കും ഉണ്ടായതല്ലോ, പിഴച്ചു പറ്റിയതല്ലേ. അപ്പൊ ഇങ്ങനെയൊക്കെ ആവാൻ പറ്റൂ. മോഹൻ, അവൻ പറഞ്ഞു കേട്ടില്ലേ? അവൻ എങ്ങോട്ടാ ഇപ്പൊ പോകുന്നത്? ചെല്ല്, ചെന്ന് നോക്ക്. പോ. ഡോക്ടർ, എനിക്ക് പെട്ടെന്ന് നടക്കാൻ കഴിയാതാവോ? എന്തു പറ്റി അമീർ? ഒന്നുമില്ല. ഒന്നും ഇല്ലാതെ ഇല്ല. അമീറിന് കുറച്ചു കാലം കൂടി നടക്കണം തോന്നുന്നു അല്ലേ? അമീറിന്റെ മനസ്സിൽ ആരോടെങ്കിലും പ്രണയം തോന്നുന്നുണ്ടോ? ഏയ്, അങ്ങനെയൊന്നുമില്ല. അങ്ങനെ എന്തെങ്കിലും തോന്നുന്നുണ്ടെങ്കിൽ അത് കളയൊന്നും വേണ്ട. ഒരുപക്ഷെ അമീറിന്റെ അസുഖത്തെ തന്നെ അത് ഇല്ലാതാക്കിയേക്കാം. ദാറ്റ്സ് എ പാർട്ട് ഓഫ് ലവ് അമീർ. ഉറങ്ങിയില്ല ഇതുവരെ? നെഞ്ചിന്റെ ഉള്ളിൽ എവിടെയോ ഒരു നീറ്റൽ. ഒന്നുമില്ലടി. പ്രായം അറിയിച്ച കാലം മുതൽ കടന്നുപോയ പുരുഷന്മാരുടെ മുഖങ്ങൾക്ക് എണ്ണമില്ല. ഈ അവസാന നാളിൽ കണ്ണിലിരുൾ നിറഞ്ഞ് ഭയത്താൽ ഒറ്റപ്പെടുമ്പോ ഓർത്തെടുക്കാൻ ഒരു പുരുഷന്റെ മുഖം ഉണ്ടാവണം. എങ്കിലേ പെണ്ണ് പെണ്ണാവൂ. നിനക്ക് ഞങ്ങളുടെ ഗതി വരരുത്. അതാണ് സാറേ. അല്ല പിന്നെ എന്തെല്ലാം കാലം ആലോചിക്കുന്നേ. ഓരോരുത്തരും എനിക്ക് വന്നു. അമീർ, അമീർ എന്താ ഇവിടെ? എന്നെ കാണാൻ വന്നതാ? സാറേ,
കാര്യം നടക്കാനാണ് ഇങ്ങോട്ട് പോരട്ടാ, അവള് പറ്റിക്കും. പട്ടി ഇവിടെ ഇങ്ങനെ പറഞ്ഞാലേ പറ്റൂ, അതാ. സൂക്ഷിച്ചു പോണേ. ദേ അവള് വരുന്നുണ്ട്. നീ ആ തടിയെ പറ്റിച്ചു അല്ലേ? പങ്കുവയ്ക്കുമ്പോ ഞങ്ങളെയും കൂടി ഓർക്കണേടി. വന്നുണ്ട്. എന്തായി? അത് സീനാണ് മച്ചാനെ. എടാ നീ ഒന്ന് വിശ്വസിക്കും, എനിക്ക് അവളോട് റിയൽ ലവ് ആണ്. എന്റെ പൊന്നു മച്ചു, നിന്റെ റിയൽ ലവ് ഞാൻ കുറെ ക്ലിപ്പിംഗ് ആയി കണ്ടാണ്. എടാ ഇത് അതുപോലല്ല, ചിന്നുവിന്റെ കാര്യത്തിൽ ഞാൻ സീരിയസ് ആണ്. എടാ നിന്റെ ക്ലിപ്പിംഗ് ഇല്ലായിരുന്നെങ്കിൽ വാട്സാപ്പൊക്കെ തെണ്ടിപ്പോയേനെ. നീ ഒരു പണി ചെയ്യും, ആ സ്മിതയെ വിളി, ആ റൂട്ട് കറക്റ്റ് ആണ്. എന്റെ പൊന്നു മച്ചു പ്ലീസ് എന്നെ ഈ കേസ് ഒഴിവാക്ക്. റാണി ഇറങ്ങിയ സീൻ കോൺട്രയാണ്. പോടാ അവളെ റാണി, അവളിപ്പോ ആ തടിയന്റെ കൂടെയാ. നീ മര്യാദക്ക് ഇവിടെ അടുപ്പിച്ചോ, പണി ഇവിടെ നടക്കും. പ്രണയം പൂത്തിറങ്ങുന്നൊരാകാശമാകെ കിനാവിൻ്റെ താരങ്ങളോ, കുളിരോലുന്ന പൂങ്കാറ്റ് പാടുന്ന പാട്ടിൽ പ്രേമാർദ്രരാഗങ്ങളോ, പ്രണയം പൂത്തിറങ്ങുന്നൊരാകാശമാകെ കിനാവിൻ്റെ താരങ്ങളോ, കുളിരോലുന്ന പൂങ്കാറ്റ് പാടുന്ന പാട്ടിൽ പ്രേമാർദ്രരാഗങ്ങളോ. സിന്ദൂരം പെയ്യും മേഘങ്ങൾ ഏതോ സ്വപ്നം പോൽ വാനിൽ നീങ്ങുമ്പോൾ, സിന്ദൂരം പെയ്യും മേഘങ്ങൾ ഏതോ സ്വപ്നം പോൽ വാനിൽ നീങ്ങുമ്പോൾ, മധുരിത ശുഭ സംഗീതമായി ഉണരുക സഖിയൻ വീണയിൽ, മധുരിത ശുഭ സംഗീതമായി ഉണരുക നീ എൻ വീണയിൽ, തിരമാലകൾ തഴുകുന്നൊരേ പ്രണയത്തിൻ തീരങ്ങളിൽ, പ്രണയിനി നീ കുളിരലയാ നിറയുകയാ ഹൃദയ
പ്രണയം പൂത്തിറങ്ങുന്നൊരാകാശമാകെ കിനാവിൻ്റെ താരങ്ങളോ സുഖദാവേശമാ നിറയുക സഖിയൻ ജീവനിൽ തരളിത സുഖദാവേശമായി നിറയുക നീ എൻ ജീവനിൽ അതിലോലമേ ഹൃദയങ്ങളിൽ അനുരാഗ ചന്ദ്രോദയം പ്രണയിനി താനുണ്ടാവില്ലേ എൻ്റെ കൂടെ? ഞാൻ ഉണ്ടാവും അമീർ, എന്നും. അങ്ങോട്ട് നീങ്ങി നിൽക്കാലോ. അങ്ങോട്ട് ഇവിടെ കേട്ടാ അവിടെ മാറി നിൽക്കാൻ പറഞ്ഞ അങ്ങോട്ട് മാറി നിൽക്കണല്ലേ പറഞ്ഞാലും മനസ്സിലായില്ലേ കുട്ടികൾ? കഴിച്ചില്ല. ആ കാണുന്ന ഫ്ലോറിൻ്റെ കീഴേ ആയിരിക്കും നമ്മുടെ ഷോപ്പിംഗ് മാളിൻ്റെ പാർക്കിംഗ് നമ്മൾ ഉദ്ദേശിച്ചിരിക്കുന്നത്. ഓക്കെ സാർ. നിങ്ങൾ ഇവിടെയുള്ള എല്ലാ ബിൽഡിങ്ങുകളും ആദ്യം പൊളിച്ചു നീക്കാനുള്ള ഏർപ്പാട് ചെയ്യൂ.
സാറേ, അവര് വന്നിട്ടുണ്ട്. ഇന്ന് പൊളിച്ചു തുടങ്ങിയിട്ടുള്ളൂ. ശരി, ഓക്കെ. നിക്കടി അവിടെ. ആരെ അന്വേഷിച്ച? ഇവിടെ ഉണ്ടായിരുന്ന ജന്തുക്കളൊക്കെ പലതും ചത്തു കഴിഞ്ഞപ്പോ കോർപ്പറേഷൻകാർ വന്ന് എടുത്തോണ്ട് പോയി. നിനക്ക് വേണേ ഇവിടെ നിൽക്കാം, പക്ഷേ ഞാൻ പറയുന്നത് പലതും അനുസരിക്കേണ്ടി വരും. നന്നായിട്ടൊന്ന് ഒരുങ്ങിയ ഇപ്പോഴും നിനക്ക് 10 കാശ് സമ്പാദിക്കും. ഏയ് ഇങ്ങി വാ.
രക്ഷിക്കണം. ഏത് കപൂർ സീനായാലും ഊള മച്ചുവിനെ രക്ഷിച്ചിട്ടേ ഉള്ളൂ. അത് ഊളയ്ക്ക് മച്ചുവിനെ ഇഷ്ടമായിട്ടാ. പക്ഷേ അത് നീ കണ്ടില്ല. നീ ചതിച്ചു. കൊതിപ്പിച്ച് 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 ചതിച്ചു. നിനക്കാ മതി. ആ തടിയനെ അല്ലടി. റോക്കിയല്ല, ഊള റോക്കി. റോക്കിയുടെ ഊളത്തരം നീ കാണാൻ പോളേയുള്ളൂ. അങ്ങനെ ആ തടിയനെ കൊണ്ട് ഞാൻ ഒറ്റയ്ക്ക് തീറ്റിക്കില്ല. ഐറ്റമാണ് കേട്ടോ. മോനെ അമീർ, മോനെ മോനെ. അമീറിന്റെ 12ാം വയസ്സ് മുതൽ അമീർ എൻ്റെ പേഷ്യൻ്റാ. ഇന്ന് അവനവിടുന്ന് കൊണ്ടുപോകുമ്പോൾ എന്താ പറയാ, ഒരമ്മയുടെ മാനസികാവസ്ഥ എനിക്ക്. എനിക്കറിയാം ഡോക്ടർ. ഡോക്ടർ ഇവിടെ ഉള്ളത് കൊണ്ടും ഇവൻ ഈ വീട് വിട്ടു പോരാൻ ബുദ്ധിമുട്ടുള്ളത് കൊണ്ടുവാ ഞാനിവനെ ദുബായിലേക്ക് കൂട്ടിക്കൊണ്ടു പോകാതിരുന്നത്. ബട്ട് കായിക്ക ഞാൻ വിളിച്ചോളാം. ഓക്കെ ഡോക്ടർ. ശരി കായിക്ക.
തിരിച്ചു വരും. അതിനെ ഉണ്ടാവില്ല. നിനക്ക് വേണ്ടി മാത്രമാണ് ഞാൻ വന്നുകൊണ്ടിരുന്നത്. എനിക്കൊരു കോഫി കുടിക്കണം. അതെ, ഒരു കോഫി വേണം. ഓക്കെ സാർ. ആ, താങ്ക്സ്. വെൽക്കം സാർ. ചൂടുണ്ട് പോലെ, കുഴപ്പമില്ല. Just a minute. Yes, sir. വെച്ചോ. താങ്ക്സ് സർ. അമ്മേ, പ്രണയം പൂത്തിറങ്ങുന്നൊരാകാശമാകെ കിനാവിൻ്റെ താരങ്ങളോ കുളിരോലുന്ന പൂങ്കാറ്റ് പാടുന്ന പാട്ടിൽ പ്രേമാർദ്രരാഗങ്ങളോ കുളിരലയാ
ആകെ കിനാവിൻ്റെ താരങ്ങളോ കുളിരോലുന്ന പൂങ്കാറ്റ് പാടുന്ന പാട്ടിൽ പ്രേമാർദ്ര രാഗങ്ങളോ സിന്ദൂരം പെയ്യും മേഘങ്ങൾ ഏതോ സ്വപ്നം പോൽ വാനിൽ നീങ്ങുമ്പോൾ സിന്ദൂരം പെയ്യും മേഘങ്ങൾ ഏതോ സ്വപ്നം പോൽ വാനിൽ നീങ്ങുമ്പോൾ മധുരിത ശുഭ സംഗീതമായി ഉണരുക സഖിയൻ വീണയിൽ മധുരിത ശുഭ സംഗീത